ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ മഴയാണ്, പിന്നെ കുട്ടികൾക്കൊന്നും സ്കൂളില്ലല്ലോ. പിന്നെ രാവിലെ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് കുറച്ച് നേരം നമ്മുടെ ഫാത്തിമാനെയും കൂട്ടിയിട്ട് അക്ഷയയിലേക്കൊന്ന് പോയി. അവൾക്ക് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ 2-3 വട്ടം പോയി മടങ്ങി വന്ന ശേഷം പിന്നെ പോയത്. അപ്പോൾ ഇതാ റിൻഷിമോള് പറഞ്ഞു അവൾക്ക് അണ്ടിപ്പുട്ട് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ അണ്ടിപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, റിയാസ്കാക്കും കുട്ടികൾക്കും ഒക്കെ എനിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരി വൈകുന്നേരം അല്ലേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. മഴയാണ്, മഴ സമയത്ത് എല്ലാവർക്കും വെറി പിടിച്ചിരിക്കുന്ന സമയമായിരിക്കും അല്ലേ. പിന്നെ നമ്മുടെ പാലക്കാട് എന്നല്ല എല്ലാ രാജ്യത്തും നല്ല മഴയല്ലേ. പിന്നെ അവൾ തന്നെ പോയിട്ട് കടയിൽ പോയിട്ട് ബെല്ലൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മുടെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് മുകളിലേക്ക് റോട്ടിലേക്ക് പോകണം കേട്ടോ കടയിലേക്കൊക്കെ. അപ്പോൾ റിയാസ്ക ഓടാൻ പോയിക്കായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നെ അക്ഷയയിൽ നിന്ന് കൊണ്ടുവന്ന് വിട്ടിട്ട് അങ്ങനെ ഓടാൻ പോയതാട്ടോ മഴയത്ത്. അപ്പോൾ ആ മഴയൊക്കെ കൊള്ളുന്നുണ്ട്, ചെറുതായിട്ട് മേലൊക്കെ ചൂടുള്ള പോലെ ഉണ്ട് കേട്ടോ. പറഞ്ഞാലും അറിയില്ല, മഴ ഇങ്ങനെ കൊള്ളും. പിന്നെ ഇപ്പോൾ പാത്തൂനവിടെ പാട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് റിൻഷി ഇങ്ങനെ തേങ്ങ ചേരേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വയ്യ, കൈ കൊണ്ട് ചേരണ്ട, നീ ചേരണ്ടി തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ ശരി ഉമ്മ ഉണ്ടാക്കിയും പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ബെല്ലൊക്കെ ഉരുക്കി വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ. പിന്നെ നമ്മൾ റേഷൻ അരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നിന്നിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം തലവേദനിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അവൾ അക്ഷയയിൽ പോയി വന്നപ്പോൾ ഇത്തിരി നേരം ഒന്ന് കടന്നു കേട്ടോ, തലവേദനിച്ചിട്ട്. അവിടെ പോയി കുറേ നേരം നിന്ന കാരണം പിന്നെ മഴയൊക്കെ കൊണ്ട് അങ്ങനെ വന്ന് പിന്നെ കുറച്ച് നേരം അങ്ങനെ കടന്ന് നിന്നിട്ട് കേട്ടോ വൈകുന്നേരം ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ ഉണ്ടാക്കിയ റിയാസ്ക വരുമല്ലോ എന്ന് വിചാരിച്ചു. നോക്കുമ്പം ഉണ്ടാക്കണ മുന്നേ റിയാസ്ക വന്നു കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ ഒരു തേങ്ങ ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയ തേങ്ങ ആയതുകൊണ്ട് കുറച്ചുള്ളൂ. പിന്നെ ഉണ്ടാക്കുമ്പോൾ തന്നെ തേങ്ങയും അരിയൊക്കെ കഴിച്ചുകൊണ്ടേ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി 2 ട്രിപ്പ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നമ്മുടെ ഏത് അരിയിലും ഉണ്ടാക്കാം കേട്ടോ. പച്ചരിയിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ നന്നായിരിക്കില്ല, നമ്മൾ പുഴുങ്ങല്ലരിയിലൊക്കെ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് അരിയൊക്കെ വറുത്ത് പൊടിച്ച് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീട് ഒരുപാട് ലെങ്ത്തായി പോകും. പിന്നെ അങ്ങനെ ഞാൻ ഇനി അത് കൊട്രാവിലേക്ക് ആക്കിയിട്ട് എപ്പോഴും ഉണ്ടാക്കുന്നില്ല കേട്ടോ. എപ്പോഴെങ്കിലും അവളിങ്ങനെ ഒരു പൂതി പറഞ്ഞാൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അങ്ങനെ എപ്പോഴൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുമോ അവൾ ഒരു പൂതിയൊക്കെ വരുമ്പോൾ, അപ്പം മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാച്ചോറൊക്കെ വെക്കലുണ്ട്, ബെല്ലം കിട്ടുമ്പോഴൊക്കെ അങ്ങനെ പാച്ചോറൊക്കെ വെക്കലുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നും കൂടി പൊടിച്ചെടുക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ പൊടിക്കണതിൻ്റെ സൗണ്ടും മണമൊക്കെ കേട്ടപ്പോൾ റഹീസ് കുട്ടിയും റിജിക്കുട്ടിയൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ ഉണ്ടാക്കണം. അവർക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണത് ഭയങ്കര ഇതാണ് കേട്ടോ, കഴിക്കാനൊക്കെ നല്ല മധുരമുള്ളതൊക്കെ മണമുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ, നമ്മുടെ അരി വറുത്ത് പൊടിച്ചതിൻ്റെ. അപ്പോൾ അരി വറുത്ത് പൊടിച്ചതിൽ നമ്മൾ വെല്ലം ഒരുക്കി വീത്തുമ്പോഴും തേങ്ങ ഇടുമ്പോഴൊക്കെ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ നല്ല ആ മണം കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും. അപ്പോൾ ആ മണം വന്നപ്പോൾ റിയാസ്ക എന്താ ഉണ്ടാക്കുന്നത് കൊണ്ട് എത്തി നോക്കിയിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ മണം കേൾക്കുമ്പോൾ കൊതിയാവും കേട്ടോ. അപ്പോൾ പിന്നെ റിയാസ്ക വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ വന്നല്ലേ, കുട്ടികൾക്ക് റിൻഷിമോൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാനും പറയണം വേണ്ടി നിൽക്കുകയായിരുന്നു ഉണ്ടാക്കാൻ എന്തെങ്കിലും എന്ന് പറയുമ്പോഴത്തേ നീ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ശരി അപ്പോൾ ഞാൻ ഉണ്ടാക്കിത്തരാം, ഞങ്ങൾ കഴിക്കും എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഇപ്പം പുറത്ത് പോയിക്കായിരുന്നു കേട്ടോ, അവർ കടയിലേക്ക് എന്തിനോ പോയിക്കായിരുന്നു. പിന്നെ അവരൊക്കെ വന്ന് അവർക്കും കൊടുത്ത്. പിന്നെ ഇപ്പോൾ റിയാസ്ക മണം കെട്ടപ്പോൾ അങ്ങനെ അടുക്കള ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ റഹീസ് കുട്ടി ബെല്ലം വേണം എനിക്കിത് വേണം പറഞ്ഞിട്ട് 2 അപ്പുറം ഇങ്ങനെ നിന്ന് പിടുങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ റിയാസ്ക എന്താ കറിയൊക്കെ എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കറി വെച്ച് ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ മീൻ കറി തോനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 ദിവസത്തിന് മീൻ കറി വെക്കണമെങ്കിൽ ഞാൻ എപ്പോഴും 2 ദിവസത്തിനേ വെക്കുള്ളൂ. അപ്പോൾ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കൽക്ക് അത് കൂട്ടി, പിന്നെ രാത്രിക്കൽക്ക് തികയില്ല കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, കുട്ടികളും ഇപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളി കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആ ചട്ടിയിൽ തക്കാളി കറി ഉണ്ട്. രാത്രിക്കൽക്ക് ഇപ്പോൾ വെച്ചതാണ് വൈകുന്നേരം. പിന്നെ നമുക്കിനി അതിലേക്ക് പപ്പടം വറുത്തതും പിന്നെ നമ്മുടെ ഇഞ്ചിപ്പുളി അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റിയാസ്കത്തിൽ ഇഞ്ചിപ്പുളി അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ബെല്ലം ഇതിലേക്ക് ഉരുക്കി വീത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കി നന്നായിരിക്കും. അപ്പം നമുക്ക് ഏത് നല്ല പുഴുങ്ങലരിയിലും പൊന്നിയരിയിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ കടയിൽ നിന്നൊന്നും വാങ്ങി വെറുതെ
പിന്നെ ഇതിൽ നമ്മൾ നിരക്കടല അങ്ങനെയുള്ളതൊക്കെ ഇടും കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നുമില്ല, വെറും തേങ്ങയും നമ്മുടെ അരിയും വെല്ലും മാത്രം ഇട്ടു. അപ്പോൾ ഇത് മൂന്നും തന്നെ ഇട്ടപ്പോൾ തന്നെ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് എപ്പോഴൊന്നുമില്ല, എപ്പോഴെങ്കിലല്ലേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ, പിന്നെ നല്ല ചൂടിട്ട് അളക്കാനൊന്നും പറ്റുള്ള വെല്ലം അതിൽ കൂടെ വീഴ്ത്തിയപ്പോൾ ഒന്നായി കട്ട പിടിക്കാൻ തുടങ്ങി. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ഹാളിൽ അവിടെ പോയി ഇരുന്നിട്ട് ഉരുട്ടിയെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കഴിക്കാൻ ഇങ്ങനെ തോന്നും, കൊതി ഇങ്ങനെ വരും, മണം ഇങ്ങനെ വരുമ്പോഴേ. അപ്പോൾ എന്താണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ റജിക്കുട്ടി വന്ന് കൈയിടുന്നുണ്ട്, റേസ് കുട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവന് എടുത്തെടുത്ത് തിന്നുന്നുണ്ട്. അപ്പോൾ അവൻ വെല്ലം വേണം പറഞ്ഞിട്ട്, വെല്ലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും പുതിയതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ കാണാൻ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തുടർന്നും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും, അത് സന്തോഷമായാലും ദുഃഖമായാലും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുക, നമുക്കൊരു കുടുംബം പോലെയാണ്, ഒരു ഫാമിലിനെ കിട്ടിയ പോലെ കേട്ടോ നിങ്ങളെല്ലാവരും എനിക്ക് കിട്ടിയപ്പോൾ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 4 റൂമിനുള്ളിൽ ഉണ്ടായിരുന്നൊരു ജീവിതം ഇപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങി ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് കുറേ ഫാമിലിനെ കിട്ടിയ പോലെയാണ് കേട്ടോ. നമ്മുടെ ഒരു കുടുംബക്കാരുടെ അടുത്തേക്കൊന്നും നമ്മളങ്ങനെ പോക്കില്ല, വരവൊന്നുമില്ല. ആരും വരും ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകുമൊന്നുമില്ല. എല്ലാവരും അവരവൻ്റെ കാര്യം ബാധ്യതയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ കുടുംബം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ദുഃഖവും സങ്കടമൊക്കെ നിങ്ങളായിട്ടായിരിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിതാ ഉരുട്ടി വെക്കുമ്പോൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് പോകുക കേട്ടോ എല്ലാവരും. പിന്നെ പക്ഷേ ഇതെന്താ, നമുക്ക് കഴിക്കുമ്പോൾ അപ്പത്തെ ഒരു കൊതിയിൽ 2 കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ കഴിക്കാൻ സഹായിക്കൂല, നമ്മൾ മധുരമായതുകൊണ്ട് വേഗം മടുക്കും കേട്ടോ നമുക്ക് കഴിക്കാൻ. അപ്പോൾ കൂട്ടുകാരി, ഞാൻ ഇന്ന് എന്താ വീഡിയോ ഇടുക എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോക്ക് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇവരെയും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഞങ്ങളിത് ചൂടോടെ ഒന്ന് 2 കഴിക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മുടെ റേസ് കുട്ടിയൊക്കെ സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാത്തിമക്കുട്ടിക്ക് റിയാസ്ക്ക് പിന്നെ ഞാൻ ഉരുട്ടുമ്പോൾ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഓരോന്നോരോന്നെടുത്ത് അവൾക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് കൊടുത്താൽ അവൾക്ക് വയറ് ഇടങ്ങറാവും എന്ന് പറഞ്ഞിട്ട് പാത്തിന് കേട്ടോ കൊടുക്കുള്ളൂ. പിന്നെ ഇപ്പോൾ അവൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചായ വെച്ചു, ചായയും ഇതൊക്കെ പാടെ. ഞാൻ റിയാസ്ക്ക് പിന്നെ പാല് വീട്ടിയ ചായ കുടിക്കില്ല കേട്ടോ, കട്ടൻ ചായ കുടിക്കും. മെയിനായിട്ട് പാല് വാങ്ങുന്നത് നമ്മുടെ പാത്തൂനാണ് കേട്ടോ. അവൾക്ക് 2 നേരം പാല് കൊടുക്കും. പിന്നെ ബാക്കിയുള്ളതും ഉരുട്ടിയതൊന്നും കാണാനില്ല കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ റിയാസ്ക്ക് പറഞ്ഞ് ഒരു മൂടിയിലാക്കിയിട്ട് ഇങ്ങനെ അമർത്തി വെച്ചാൽ മതി, അപ്പോൾ നല്ലൊരു മോഡലായിട്ട് കിട്ടിക്കോളും എന്ന്. അപ്പം ഞാൻ അത് കേട്ടിട്ട് വേറൊരു കുപ്പിൻ്റെ മൂടി കൊണ്ടുവന്നിട്ട് അതിൽ കുറച്ച് അമർത്തിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടാണ്. പക്ഷേ നല്ല സെറ്റായിട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഏത് പാത്രത്തിലും മണലിങ്ങനെ ആക്കി വെച്ച് നോക്കാം കേട്ടോ. പിന്നെ നോക്കുമ്പോൾ സെറ്റായി വന്നു, പക്ഷേ കുറച്ച് വക്ക് പൊട്ടി. പിന്നെ വെച്ച് നോക്കിയത് പിന്നെ കറക്റ്റായിട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മുടെ വെല്ലപ്പാവ് ഞാൻ മധുരം അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ മധുരം ഉണ്ട്, എന്നാലും ഒരുപാട് കളറുള്ള മധുരമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി ആയല്ലോ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങനെ കഴിച്ച് നോക്ക് കേട്ടോ. ഉണ്ടാക്കി കഴിച്ച് നോക്കി എല്ലാവരും. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.